സ്നേഹാർദ്രം. രചന മാരിജൻ. അവതരണം സിദ്ധി. പിന്നെ നിന്നില്ല. രേവുവിന്റെ വീട്ടിലേക്ക് വിട്ടു. ചെന്നപാടെ അവൾ തുടങ്ങി. കെട്ടിയോനെ കണ്ടോ? ഇന്നത്തെ തല്ലുകേസിന് പിന്നിലുള്ള ചേതവികാരം എന്തായിരുന്നു? അത് പിന്നെ ശിവേട്ടന്റെ ഭാഗത്ത് തെറ്റില്ല. നീ ഇപ്പോ അത്ര അറിഞ്ഞാ മതി എന്നാരു പറഞ്ഞു? ശിവേട്ടൻ. ഓ, അപ്പോ കാരണം ബോധിപ്പിക്കലൊക്കെ ഉണ്ട് അല്ലേ? രേവു അത് ചോദിച്ചതും എന്റെ മുഖത്ത് നാണത്തിൽ കുതിർന്നൊരു ചിരി വിടർന്നു. രേവു, നീ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം ശരിയാക്കാൻ നോക്ക്. അങ്ങേര് വരുമോ? അതൊക്കെ വരും. ശരി. എന്തായാലും നീ വേഗം വീട്ടിലേക്ക് ചെല്ലൂ. നിന്നെ വിളിച്ചിട്ട് കിട്ടില്ലെന്ന് പറഞ്ഞ് ഭദ്രാന്റെ എന്നെ വിളിച്ചിരുന്നു. അപ്പോ നാളെ കാണാട്ടാ. അതും പറഞ്ഞ് വീട്ടിലോട്ട് വിട്ടു. അമ്മ ഭദ്രകാളി രൂപം പൂണ്ടു നിൽക്കുമെന്നാ പ്രതീക്ഷിച്ചത്. പക്ഷെ ആള് നല്ല സന്തോഷത്തിലായിരുന്നു. അച്ഛനും വിഷ്ണുവും ശനിയാഴ്ച എത്തും. അപ്പോൾ അതിന്റെ സന്തോഷമാണ്. കേട്ടപ്പോൾ എന്റെ മുഖവും തെളിഞ്ഞു. പെട്ടെന്നാണ് അമ്മയ്ക്ക് ബോധം വന്നത്. എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ രേവുവിന്റെ കൂടെ. എന്നിട്ട് ഞാൻ വിളിച്ചപ്പോൾ നീ ഇന്ദുവിന്റെ കൂടെ ഏതോ ബുക്ക് എടുക്കാൻ ലൈബ്രറിയിൽ പോയി എന്നാണല്ലോ പറഞ്ഞേ. ഓ രേവു, നീ ഈ ബുദ്ധിയെല്ലാം എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു? ഞാൻ അവളെ മനസ്സാ സ്തുതിച്ചുപോയി. ലൈബ്രറിയിൽ പോയിരുന്നു, പിന്നെ രേവുവിന്റെ വീട്ടിൽ വന്നു, അതാ പറഞ്ഞേ. ഞാനൊരു വിധം പറഞ്ഞൊപ്പിച്ചു. അമ്മ അന്ന് നല്ല സന്തോഷത്തിലായിരുന്നു. രാത്രി ഉറങ്ങാൻ പോകും വരെ അച്ഛനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ വൈകി. രാത്രി 11 മണിയായപ്പോൾ ഫോൺ ചെയ്തപ്പോൾ ആദ്യം വിളിച്ചപ്പോൾ അറ്റൻഡ് ചെയ്തില്ല. വീണ്ടും വിളിച്ചു. നിനക്കെന്താടി പാതിരാത്രി ഉറക്കമില്ലേ? എങ്ങനെ ഉറങ്ങും? ആ മാതിരി പണിയല്ലേ നിങ്ങൾ ഓരോ ദിവസവും കാണിക്കുന്നേ. എനിക്ക് വേണ്ടി ഉറക്കമൊഴിക്കാൻ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. ഹോ, എന്നാലും എന്റെ ഈശ്വര, എനിക്ക് വന്നൊരു ഗതികേടെ. ആരെങ്കിലും ചോദിച്ചാൽ കെട്ടിയനൊരു റൗഡിയാണെന്ന് പറയേണ്ടി വരുമല്ലോ. എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ പറ്റൂ. ചാടിക്കേറി കെട്ടിയപ്പോൾ ഓർക്കണമായിരുന്നു. നിങ്ങൾക്കായിരുന്നല്ലോ കെട്ടാൻ തിടുക്കം. കണ്ടകശനി കൊണ്ടേ പോകൂ എന്നല്ലേ. കളക്ടറെ കെട്ടേണ്ട ഞാനാ, ഒരു കാട്ടുമാക്കാനെ കെട്ടിയേ. കാട്ടുമാക്കാൻ എന്റെ തന്ത. പിന്നെ എന്റെ തന്ത ഇങ്ങനെ നാട്ടുകാരെ തല്ലി നടക്കിയല്ലേ. അതിനങ്ങേരി കാറിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയാലല്ലേ. അതുപോട്ടെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു തുലയ്ക്ക്. ഒരു ജോലിക്കാര്യമാ. ആർക്ക്? നിങ്ങൾക്ക് തന്നെ. എനിക്കൊരു ജോലി ഉണ്ടല്ലോ. അറിയാം, നാട്ടുകാരെ തലലല്ലേ. ഇതല്ല, മാന്യന്മാർ ചെയ്യുന്ന പണിയാ. എന്നാ നിന്റെ ചേട്ടൻ ഒരു ലോകമാന്യനുണ്ടല്ലോ, ആ നെത്തോലിക്ക് കൊണ്ടുപോയി കൊടു. അവൻ ഇല്ലാത്ത നെഞ്ചു വിരിച്ച് ഇവിടെയൊക്കെ നടക്കുന്ന കാണാലോ. ദേ മനുഷ്യ, എന്റെ ചേട്ടനെ പറഞ്ഞാലുണ്ടല്ലോ. അത് പോട്ടെ, ജോലിയുടെ കാര്യം പറ. എന്റെ കൂട്ടുകാരിയുടെ അമ്മാവന്റെ കോളേജിൽ ഗസ്റ്റ് ലെക്ചർ ആയിട്ടാ. എന്റെ പട്ടി ഭാഗ്യ പൂരിപ്പിച്ചില്ല. അതിനു മുമ്പ് ഞാൻ പറഞ്ഞു, പട്ടിയെ വിളിക്കണ്ട, അത് നീ പോസ്റ്റ് എടുക്കില്ല. പല്ല് തേക്കുന്ന ശബ്ദം കേട്ടു. വിശദമായി നാളെ കാണുമ്പോൾ പറയാ. ഞാനെങ്ങും വരില്ല. വന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇല്ല, ഞാൻ നേരെ അങ്ങോട്ട് വരും. കൂടെ ഒരു ബാഗും കാണും. ബാഗോ? അതെന്തിനാ? എന്റെ കുറച്ച് ഡ്രസ്സാ. ഒരു ഗതിയും ഇല്ലാത്തവന്റെ കൂടെ പൊറുക്കാൻ പോണേയല്ലേ. ഉടുതുണിയെങ്കിലും കയ്യിൽ കരുതണ്ടേ. അത് കേട്ടതും ഫോൺ കട്ടായി. പിറ്റേ ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ചിന്ത എങ്ങനെ ശിവേട്ടനെ കൊണ്ട് ജോലിക്കാരൻ സമ്മതിപ്പിക്കും എന്നായിരുന്നു. രേവുവിന്റെ വീടിനടുത്തുള്ള ഇടവയിൽ ഓട്ടോയുമായി നിൽക്കുന്ന കണ്ടു. ഞാൻ വരുന്ന കണ്ടതും കാണാത്ത മട്ടിൽ വേറെങ്ങും നോക്കി നിൽക്കുന്നു. ഹോ, ഇങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ഇങ്ങനൊരു ജാടക്കാരൻ ആവശ്യം എന്റേതായി പോയില്ലേ. ഇല്ലെങ്കിൽ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം കാണിക്കില്ലായിരുന്നു. ഞാനത് മനസ്സിൽ പറഞ്ഞ് വണ്ടി കൊണ്ട് അരികെ നിർത്തി. ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നോ? ഞാൻ ആരെയും കാത്തു നിന്നൊന്നുമല്ല, ഒരു ഓട്ടം വന്നതാ. വേറെ എങ്ങോട്ടോ നോക്കി പറഞ്ഞു. ഹോ, ഇങ്ങേരെ ഞാൻ പറഞ്ഞാൽ പിന്നെ അതിൽ പിടിച്ചു തൂങ്ങിയാലോ. അതുകൊണ്ട് മറുപടി പറഞ്ഞില്ല. രേവുവിന്റെ അമ്മാവന്റെ കോളേജിലാണ് വേക്കൻസി. എന്ന് പോകണമെന്ന് അവൾ പറയും. എനിക്ക് പറ്റില്ല. എന്താ പറ്റാത്തെ? നീ പറയുന്ന അനുസരിക്കലല്ല എന്റെ പണി. ഇതിൽ അനുസരണക്കേടിന്റെ കാര്യം എന്താ? ഒരു നല്ല കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. എനിക്ക് പറ്റില്ല. പറ്റണം. എന്റെ സ്വരവും കടുത്തു. ഒന്ന് പോടി. ഞാൻ എന്റെ സൗകര്യം പോലെ ജീവിക്കും. നീ ആരടി ചോദിക്കാൻ? സൗകര്യം പോലെ ജീവിക്കലൊക്കെ കല്യാണത്തിന് മുമ്പ്. ഇനി ഞാൻ പറയുന്നതും കൂടി കേട്ടേ പറ്റൂ. എന്റെ പട്ടി കേൾക്കും. പട്ടിയും കേൾക്കും, നിങ്ങളും കേൾക്കും. ഞാനും കേറി മുറുക്കി. നമുക്ക് കാണാമടി. കാണാനൊന്നുമില്ല. എന്ന് പോകണമെന്ന് ഞാൻ രഘുവിനോട് ചോദിച്ചിട്ട് പറയാം. എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ. പറ്റുമോ എന്ന് ഞാനും നോക്കട്ടെ. കേട്ട പാതി കേൾക്കാത്ത പാടി ഓട്ടോയും എടുത്ത് പാഞ്ഞു പോകുന്ന കണ്ടു. രേവുവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ആരെയോ ഫോൺ ചെയ്യുവാണ്. ഇടയ്ക്കിടയ്ക്ക് എന്നെ നോക്കുന്നുണ്ട്. കുറച്ചു കഴിഞ്ഞ് അവൾ വന്നു.
അമ്മാവനാണ് വിളിച്ചത്. മറ്റന്നാൾ ചെല്ലാൻ പറഞ്ഞു. എന്തായി നിന്റെ കണവൻ സമ്മതിച്ചോ? അതൊക്കെ ഞാൻ സമ്മതിപ്പിച്ചോളാം. അപ്പോൾ സമ്മതിച്ചില്ല. സമ്മതിക്കും. നീ മറ്റന്നാൾ എപ്പോൾ ചെല്ലണമെന്ന് പറ. മറ്റന്നാൾ രാവിലെ 10:30 കോളേജിൽ ചെന്നാൽ മതി. ഇന്റർവ്യൂ ഉണ്ടാകും. ആ പിന്നെ എന്താ? നിന്റെ റൗഡി കെട്ടിയോനെ ഞാൻ ലോകമാന്യനായി അവതരിപ്പിച്ചിരിക്കുന്നേ. ചളമാക്കരുത്, രേവു തൊഴുകയോടെ പറഞ്ഞു. താങ്ക്സ് ഡി. അപ്പോൾ ഞാൻ വരട്ടെ. നീ കോളേജിൽ വരുന്നില്ലേ? ഇല്ല, കുറച്ചു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വാശിമൂത്ത് കെട്ടിയതുപോലുള്ള വല്ല കലാപരിപാടിയുമാണോ? ഒന്ന് പോടി. ഇതാ ഒച്ചാനൊന്ന് മെരുക്കാനാ. പോകുന്നതൊക്കെ കൊള്ളാം. ദേ ബാമയാന്റിയെ വിളിക്കുമ്പോൾ ഫോൺ എടുത്തോളണം. എനിക്ക് വയ്യ കള്ളം പറഞ്ഞു കൂട്ടാൻ. ഏറ്റു. അതും പറഞ്ഞ് സ്കൂട്ടി അപ്പച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു. ഞാൻ ചെല്ലുമ്പോൾ അപ്പച്ചി അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ ഉമ്മറത്തെ പടിയിലിരുന്നു. ഉച്ചയായി അപ്പച്ചി വന്നപ്പോൾ എന്നെ കണ്ടതും ഓടി വന്നു. മോൾ കുറെ നേരമായോ വന്നിട്ട് എന്ന് ചോദിച്ചു. കുറച്ചു നേരമായി. കോളേജിൽ പോയില്ലേ? ഇല്ല, നല്ല തലവേദന. അമ്മയും വീട്ടിലില്ല, കമ്പനിയിൽ പോയിരിക്കുക. പിന്നെ എങ്ങോട്ട് വരാമെന്ന് വെച്ചു. യോ, എങ്ങനെ തലവേദന വന്നേ? വെയിൽ കൊണ്ടത് കൊണ്ടാണോ? മോൾക്ക് വയ്യാത്ത ദിവസമാണോ ഇന്ന്? ഏയ്, അതൊന്നുമല്ല. എന്തോ തലവേദന വന്നു. ഇപ്പോൾ കുറവുണ്ട്. മോളിരിക്ക്, ഞാൻ ബാം പുരട്ടി തരാം. അപ്പച്ചി എന്നെയും കുട്ടി അകത്തേക്ക് കയറി. മോൾ കട്ടിലോട്ട് കിടക്ക്, ഞാൻ ബാം എടുത്തിട്ട് വരാം. ഞാൻ നോക്കുമ്പോൾ ഒറ്റാന്റെ മുറി തുറന്നു കിടപ്പുണ്ട്. പിന്നെ ആലോചിച്ചു നിന്നില്ല, നേരെ അവിടെ പോയി കിടന്നു. ഒരിടുങ്ങിയ മുറിയാണ്. ഒരു ചെറിയ മേശയും ഒരു കൊച്ചു സ്റ്റാൻഡും പിന്നെ കട്ടിലും. ഇത്രയുമാണ് ഉള്ളത്. മേശപ്പുറത്ത് കുറച്ച് ട്രോഫികൾ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് പുസ്തകങ്ങൾ, ഒരു കൊച്ചു കണ്ണാടി. സ്റ്റാൻഡിൽ ശിവേട്ടനെ കുറച്ച് മുഷിഞ്ഞ തുണികൾ. ഞാൻ അതൊക്കെ നോക്കി കിടന്നു. മോൾ ഇവിടെയാണോ കിടന്നത്? എന്താ അപ്പച്ചി? ഏയ്, ഇത് ശിവന്റെ മുറിയാണ്. ഞാൻ എഴുന്നേറ്റ് മാറണോ? ഏയ്, അത് സാരമില്ല, മോൾ കിടന്നോളൂ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. അപ്പച്ചി എന്റെ നെറ്റിയിൽ ബാം പുരട്ടി തന്നു. പതുക്കെ പതുക്കെ തലോടിക്കൊണ്ടിരുന്നു. വല്ലാത്തൊരു സുഖം തോന്നി. മോൾ ആഹാരം കഴിച്ചിരുന്നോ? ഇല്ല, വിശപ്പില്ല. കുറച്ചു നേരം കണ്ണടച്ച് കിടക്കൂ. ചിലപ്പോൾ ഗ്യാസിന്റെ പ്രോബ്ലം വല്ലതുമാകാൻ സാധ്യതയുണ്ട്. ഞാൻ കണ്ണടച്ച് കിടന്നു. എപ്പോഴും മയങ്ങിപ്പോയി. ആരോ എന്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു തോന്നൽ വന്നു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ ദേ നമ്മുടെ പ്രാണനാഥൻ ആകെ വണ്ടടിച്ച് നിൽക്കുന്നു. ആദ്യം ഞാൻ ഒന്ന് ഞെട്ടി. പിന്നെയാ ബോധം വന്നത്. നീ എന്താ ഇവിടെ? കോളേജിൽ പോയില്ലേ? ഇല്ല, പഠിത്തം നിർത്തി. അതെന്താ? ഓ, ഒരു റൗഡിയുടെ ഭാര്യയ്ക്ക് വേണ്ട ക്വാളിഫിക്കേഷനൊക്കെ ആയി. പല്ല് നിരിക്കുന്ന പോലെ കണ്ടു. നീ എന്തിനാ എന്റെ കട്ടിൽ കയറി കിടക്കുന്നേ? ഇനി എന്റെ കട്ടിൽ എന്നൊക്കെ പറയുന്ന മോശമല്ലേ? കല്യാണം കഴിഞ്ഞാൽ നമ്മുടെ കട്ടിൽ എന്നല്ലേ പറയണ്ടേ? ഭർത്താവിനോടൊപ്പമല്ലേ കഴിയണ്ടേ? അപ്പോ പിന്നെ എന്റെ നിന്റെ എന്നൊക്കെ പറയുന്ന മോശമല്ലേ? നിനക്ക് എന്താടി പ്രാന്താണോ? ശിവേട്ടൻ അന്തം വിട്ട് ചോദിച്ചു. ഞാനത് കേൾക്കാത്ത മട്ടിൽ തുടർന്നു. ഇത് സിംഗിൾ കോട്ടാണല്ലേ? ഇതെങ്ങനെ രണ്ടുപേർ കിടക്കുന്നേ? ചേട്ടനൊരു കാര്യം ചെയ്യ്, ഇത് പിടിച്ച് അപ്പച്ചിയുടെ മുറിയിൽ കൊണ്ടിട്. നമുക്ക് വല്ല പായും വിരിച്ചു കിടക്കാം. അതാ സൗകര്യം. നീ ഇതെന്ത് ഭാവിച്ചാ പെണ്ണെ? ഒറ്റാന്റെ ശബ്ദത്തിൽ പരിഭ്രമം കലർന്നിരുന്നു. എന്ത്? നിന്റെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ അറിഞ്ഞാൽ എന്തു ചെയ്യും? നിന്റെ തന്തപ്പടിക്ക് അറ്റാക്ക് വരും. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഒരു മിന്നൽ എന്റെ ദേഹത്തൂടെ പാഞ്ഞുപോയി. എന്നാലും വിട്ടുകൊടുത്തില്ല. വോ, എന്തായാലും എന്നെങ്കിലും അറിയേണ്ടതല്ലേ? അതിന് ശിവേട്ടൻ മറുപടി പറയും മുമ്പേ അപ്പച്ചി കയറി വന്നു. മോളുണർന്നോ? കുറവുണ്ടോ മോളെ? മോള് വാ, ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലല്ലോ, എന്തേലും കഴിക്കാം. അപ്പച്ചിയോടൊപ്പം മുറിക്ക് പുറത്തിറങ്ങുമ്പോഴാണ് ഞാനും ഞെട്ടിയെ. നേരം സന്ധ്യയായി തുടങ്ങുന്നു. സകല ദൈവങ്ങളെയും വിളിച്ചുപോയി. ഞാൻ നോക്കുമ്പോൾ ഒറ്റയാൻ ദേ മുറിപൂട്ടി എടുക്കുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് ചിരി വന്നു. മോളുടെ ഫോൺ കുറെ പ്രാവശ്യം റിങ് ചെയ്തു. ആരാന്നറിയില്ലല്ലോ, അതാ ഞാൻ എടുക്കാനേ. ദൈവമേ, അമ്മയായിരിക്കും. ഞാൻ വേഗം ഫോൺ എടുത്തു നോക്കി. അമ്മയുടെ 32 മിസ് കോളും രേവുവിന്റെയും ഉണ്ട് 10-15 ഞാൻ പതുക്കെ ഫോൺ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി രേവുവിനെ വിളിച്ചു. നീ എവിടെ പോയി കിടക്കുവാടി? ബാമയാന്റി എത്ര വട്ടം വിളിച്ചെന്നറിയുമോ? നീ ഇന്ദുവിനോടൊപ്പം സെമിനാറിനുള്ള ബുക്ക് എടുക്കാൻ പോയത്. വന്നിട്ട് നമ്മൾ മൂന്നാളും കൂടി നോട്ട്സ് തയ്യാറാക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് അടക്കി നിർത്തിയിരിക്കുക. സോറി, ഉറങ്ങിപ്പോയടി. ഉറങ്ങിപ്പോയെന്നാ? ആരുടെ കൂടെ? വാശിക്ക് കല്യാണം കഴിച്ച പോലെ നീ വാശിക്ക് ഫസ്റ്റ് നൈറ്റ് നടത്തിയ? അതിനു വേണ്ടിയാണോ നീ ഇവിടെ നിന്ന് ഓടിപ്പാന് പോയേ? ചീ, നിർത്തടി വൃത്തികെട്ടവളെ. അതൊന്നുമല്ല കാര്യം. ഒറ്റയാനെ ചെറുതായൊന്ന് പേടിപ്പിക്കാനാ. അങ്ങനെ പേടിപ്പിക്കാൻ ചെന്ന് നീ അവസാനം നീ പീഡിപ്പിക്കപ്പെടാനിരുന്നാൽ മതി. അതൊന്നുമില്ല, നീ അമ്മയോട് എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കേ.
ഇന്ന് ചിലപ്പോൾ എനിക്കിവിടെ നിൽക്കേണ്ടി വരും. നീ ഇതെന്ത് ഭാവിച്ച പെണ്ണെ? ഓക്കെ, ഞാൻ വന്നിട്ട് പറയാം. അപ്പോഴാ ഒറ്റയാൻ ഉമ്മറത്തോന്ന് നിൽക്കുന്ന കണ്ടത്. ശരി എന്ന് പറഞ്ഞ് ഞാൻ ഫോൺ വെച്ചു. ഒറ്റയാനെ കൂസാതെ അകത്തേക്ക് കയറിപ്പോകാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്നാണ് ശിവേട്ടൻ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് ഭിത്തിയോട് ചേർത്ത് നിർത്തിയത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ. എന്താടി, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഭർത്താവിനോടൊപ്പം താമസിക്കുക, അത്ര തന്നെ. നീ എന്താലോചിച്ചാണ് ഈ പറയുന്നേ? പിന്നെ ഞാൻ എന്ത് വേണം? നിങ്ങൾ ഒരിക്കലും നന്നാവാൻ തയ്യാറല്ല. എന്നും കള്ളും കുടിച്ച് തല്ലും കൂടി നടക്കണം, അതല്ലേ ആഗ്രഹം? നടന്നോളൂ. ഞാനായിട്ട് വരുത്തിവെച്ച വിധിയല്ലേ, ഞാൻ അനുഭവിച്ചു തീർത്തോളാം. നിങ്ങൾ പറയും പോലെ എന്റെ അച്ഛൻ നെഞ്ചുപൊട്ടി മരിക്കുമായിരിക്കും. ആ ശാപം കൂടി എന്റെ തലയിൽ വീണോട്ടെ. ഞാനത് പറയുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ശിവേട്ടൻ എന്നെ തന്നെ നോക്കി നിന്നു. പതുക്കെ എന്റെ കയ്യിലെ പിടിവിട്ടു. കണ്ണു തുടക്കി. ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട, ഞാൻ പോണില്ല. നിങ്ങൾ ആ ജോലിക്ക് പോകാൻ സമ്മതിച്ചാലേ ഞാൻ പോകൂ. നീ വാ, ഞാൻ കൊണ്ടയാക്കാം. നിങ്ങൾ ജോലിക്ക് പോകാൻ തയ്യാറാണോ? അതല്ലേ കൊണ്ടയാക്കാന്ന് പറഞ്ഞത്. അതും പറഞ്ഞ ആൾ അകത്തേക്ക് പോയി. എന്നാലും ഞാൻ പൊയ്ക്കൊള്ളാം എന്ന് പറയരുത്, ഞാൻ മനസ്സിൽ പറഞ്ഞു. അകത്ത് ചെല്ലുമ്പോൾ അപ്പച്ചി ആഹാരം റെഡിയാക്കി വെച്ചിരിക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിച്ചു. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ എന്റെ കണ്ണുകൾ ശിവേട്ടന്റെ മേൽ പാറി വീഴുന്നുണ്ടായിരുന്നു. പുള്ളിയാണെങ്കിൽ തീരെ ശ്രദ്ധിക്കാതിരുന്ന കഴിപ്പ് തന്നെ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അപ്പച്ചി തന്നെ, ശിവ, നീ അവളെ വീട്ടിലാക്ക് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞ് ആൾ പോയി ഡ്രസ്സ് മാറി വന്നു. പോട്ടെ, അപ്പച്ചിയോട് യാത്ര ചോദിച്ച് ഞാൻ ഇറങ്ങി. എന്നെ രേവുവിന്റെ വീട്ടിലാക്കിയാൽ മതി. ഒറ്റയാൻ സംശയത്തോടെ എന്നെ നോക്കി. അവിടെ നിൽക്കുമായിരുന്നു എന്ന അമ്മയോട് പറഞ്ഞോളാം. അപ്പൂ, നിനക്ക് ഈ മധുരചാട്ടം പുത്തരിയല്ല അല്ലേ? അതിന് ഞാൻ മറുപടി പറഞ്ഞില്ല. പിന്നെ സംസാരമുണ്ടായില്ല. രേവുവിന്റെ വീടിനടുത്തായി വണ്ടി നിർത്തി. കോളേജിന്റെ പേര് ഞാൻ പറഞ്ഞു കൊടുത്തു. മറ്റന്നാൾ രാവിലെ 10:30 ഇന്റർവ്യൂ. നാളെ വൈകിട്ടൊന്ന് കാണണം. നോക്കട്ടെ. അല്ല, നിങ്ങളുടെ പട്ടി ചത്തോ? സാധാരണ അതിനെയാണല്ലോ ആദ്യമേ പറഞ്ഞു വിടുന്നത്. അതിന് മറുപടി പറഞ്ഞില്ല. ഓട്ടോ തിരിച്ചു പോകുന്ന കണ്ടു. രേവുവിന്റെ വീട്ടിൽ ജാനിയാന്റിയും രേവും മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടതും രേവു ഓടി വന്നു. ഇന്ദു എന്താടി ഇവിടെ കേറാതെ പോയത്? താമസിച്ചുകൊണ്ടാണോ? ഞാൻ ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി. നീ വാ, പെട്ടെന്ന് എഴുതി തുടങ്ങിയാലേ നേരെ വെളുക്കുമ്പോഴെങ്കിലും തീരും. അതും പറഞ്ഞ് അവൾ എന്റെ കൈ പിടിച്ച് വലിച്ചു റൂമിലേക്ക് കൊണ്ടുപോയി. നീ എന്തൊക്കെയാടി വിളിച്ചു പോകുന്നേ? എന്തോ എഴുതുന്ന കാര്യമാ? നിങ്ങൾക്ക് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.